ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഹർത്താലാണ്, അതുകൊണ്ട് തന്നെ സ്കൂളില്ല എന്നല്ല, ബസ്സില്ലാത്തതുകൊണ്ട് ആരും പോയില്ല. അപ്പോൾ വാവ ഇവിടെ ഓരോരുത്തരും എടുക്കുന്നുണ്ട്. അപ്പം പെയിൻ്റ് അടിച്ച് ഉണ്ടാക്കണം എന്താന്ന് തന്നെ ഓളോട് തന്നെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ബോക്സ് ഉണ്ടാക്കാണ്. അങ്ങനെ ഡബിൾ കോട്ടിങ്ങൊക്കെ ചെയ്ത് ഏകദേശം കഴിയാനായിക്കാണ്. അങ്ങനെ കംപ്ലീറ്റ് ഇതൊക്കെ അയച്ചത് ഉണങ്ങിയുണ്ട്. ഇപ്പം അടിപൊളി അയച്ചിട്ട് ഇതിമേ പൂവൊക്കെ എടുക്കണം എന്ന് വാവ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും തീരുമാനിച്ചില്ല. സെറ്റായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതിന്മേൽ പൂവൊക്കെ വരയ്ക്കാൻ കുറേ വാവ നോക്കി. പക്ഷേ വാട്ടർ കളർ ഓൾ യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ അതിന്മേൽ പൂവ് വരയ്ക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ആ പരിശ്രമം ഉപേക്ഷിച്ചു. പിന്നെ എനിക്ക് പെന്നും പെൻസിലും ഒക്കെ ഇട്ടുവെച്ച് അത് അടിപൊളിയാക്കി. പിന്നെ വാവക്ക് കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാണ്ടായിരുന്നു. അതിൽ ചിത്രം വരയ്ക്കണ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ നമ്മൾ ഈവനിങ്ങൊക്കെ ആയപ്പം ഉമ്മാൻ്റെ റോസ് ചെടി പൂവിട്ടണെന്ന് പറഞ്ഞപ്പോൾ അത് കാണാനും വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ മഴ പെയ്തപ്പം കാറ്റൊക്കെ അടിച്ചപ്പം അത് നിലത്തേക്ക് ഇങ്ങനെ ആടി വീണ് വന്നാണ്. അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം ഉമ്മ. അപ്പം നമ്മൾ അതൊക്കെ കണ്ട് അപ്പോൾ അതാണ് നമ്മൾ റോസ് ചെടിൻ്റെ വിശേഷങ്ങൾ. ഈ റോസൊക്കെ പൂട്ട് കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഇതാണ് നമ്മളെ എൻട്രൻസിലുള്ള ഒരു വെൽക്കം ചെയ്യണ പോലെ ഒരു ചെടി, അത് നല്ല രസമാണ്. ഇത് നമ്മളെ ഫേവറേറ്റ്, എല്ലാവരെയും ഫേവറേറ്റ്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്നൊക്കെ നമ്മളൊരു പോസിറ്റീവ് എനർജി ഇടുന്ന കുറേ പൂക്കളൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഇത് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ചെടിയാണ്. പിന്നെ അതൊരു മഞ്ഞപ്പൂവുള്ള പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നല്ല രസമാണ് പൂവിട്ടിങ്ങനെ നിൽക്കണം. പക്ഷെ പെട്ടെന്ന് തന്നെ ഇത് ഉച്ചയാകുമ്പോഴത്തേന് ഇത് കാണാനുണ്ടാവില്ല, ആകെ ചുങ്ങി അതായി പോവും. പിന്നെ നമ്മൾ നിത്യകല്യാണി നമ്മളെ വീട്ടിൽ കുറേ ഉണ്ട് കേട്ടോ. നിത്യകല്യാണി ഇതേപോലെ തന്നെ എന്നും പൂവിട്ട് നിൽക്കും, വെള്ളമായിട്ടും റോസായിട്ടൊക്കെ. പിന്നെ ഇതൊക്കെ വേറെ ചെടികളാണ്, ഇതിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ പൂവിട്ടിരിക്കുമ്പോൾ രസമാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ പൂവിടുള്ളൂ. ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്